മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഫലവത്തായി ഉപയോഗപ്പെടുത്തണമെന്ന മുൻ വെറ്റിനറി ഉദ്യോഗസ്ഥൻ കെ ഈശ്വരൻ. മൃഗങ്ങളെ തടയാനുള്ള സംവിധാനങ്ങൾ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. മനുഷ്യർ തള്ളുന്ന മാലിന്യവും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ അതിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റ് എപ്പോഴും നിലനിൽക്കും. നമുക്കത് കുറയ്ക്കാനുള്ള ഒരുപാട് മെഷേഴ്സ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ കുറയ്ക്കാനുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ട്രെഞ്ച് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ വൈദ്യുതി വേലിയിട്ടു, ഇതിനൊക്കെ നിരന്തരം ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇതിനെ പരിശോധിക്കുകയും മണ്ണിടിഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ ഒരു കമ്പൊടിഞ്ഞ് വീണിട്ട് വേലി ഷോർട്ട് ആവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് തന്നെ പോകണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആയിട്ട് എടുത്താലേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നിടത്ത് ഇതൊരു വിജയമാണ്. മാത്രമല്ല ആനകളെ അട്രാക്റ്റ് ചെയ്യാത്ത കൃഷി രീതിയിലേക്ക് മാറുക, അല്ലെങ്കിൽ ഈ സാധനങ്ങൾക്ക് താങ്ങുവില കൊടുത്തുകൊണ്ട് കൂടുതൽ അവർക്ക് ലാഭം. എന്താണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു വരുമാനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ആ വരുമാനം നിലനിർത്തുന്നതിനുള്ള ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് പോവുക. പിന്നെ നാട്ടിൻപുറത്തൊരു പ്രശ്നം, ഈ പന്നികളായാലും നാട്ടിലെ നായ്ക്കളായാലും ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണ വേസ്റ്റ് കഴിച്ച് പെറ്റുപെരുകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് അഡ്രസ്സ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ രണ്ടിൻ്റെയും എണ്ണം ഒരുപക്ഷെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.